എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. എല്ലാവരും സേഫ് ആണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറുനാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ചെറുനാരങ്ങ വെള്ളം? ഒരു റെസിപ്പി അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ 2 റെസിപ്പി ഉണ്ട്. നമ്മൾ ജാൻചേട്ടനും ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ വൈറ്റമിൻ സിൻ്റെ കലവറയാണ് നമ്മൾ നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടാൻ ഏറ്റവും ആവശ്യമാണ് ഈ വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് പല ഫ്രൂട്ട്സിൽ നിന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓറഞ്ചും അതുപോലെ തന്നെ നെല്ലിക്കയൊക്കെ ഒരുപാട് വൈറ്റമിൻ സി ഉള്ളതാണ്. പക്ഷേ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ നാരങ്ങ അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു 3-4 ഗ്ലാസ് നാരങ്ങ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയും അതുപോലെ തന്നെ ജാൻചേട്ടൻ ഉണ്ടാക്കുന്ന രീതിയും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക, വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഷുഗർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ അത് ഹണി ഒഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ, അതായത് ചൂടാറിയ വെള്ളത്തിൽ എന്താ പറയുക, ചെറുനാരങ്ങ നീര് മാത്രം ഒഴിച്ചിട്ട് കഴിച്ചാലും മതിയാവും. പിന്നെ ഈ സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണെന്ന് എനിക്കറിയാം, വീട്ടിൽ ഇരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഹോം ഡെലിവറി ഒക്കെ വരുമല്ലോ ഈ കടകളിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച ശേഷം അപ്പോൾ തന്നെ കൈ വാഷ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് ഈ സംഭവം കയറി വരിക എന്നുള്ള കാര്യം. നമ്മൾ മാക്സിമം പ്രിക്കോഷൻസ് എടുക്കുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ വെള്ളം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്ത്, നാരങ്ങ വെള്ളം പോലെ വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി മാത്രമല്ല, നമ്മുടെ ജാൻചേട്ടൻ ഉണ്ടാക്കുന്ന രീതിയും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എൻ്റെ രീതിയിൽ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ നാടൻ നാരങ്ങ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ജ്യൂസറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ജ്യൂസറിലോട്ട് തന്നെ ഒഴിക്കാൻ പോവുകയാണ്. അതേസമയം നിങ്ങളുടെ അടുത്ത് മിക്സി ആണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ നീരിൻ്റെ അളവനുസരിച്ച് എണ്ണത്തിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ 2 നാരങ്ങ മുറിച്ച് വയ്ക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരങ്ങയുടെ ഈ തൊലി ഉണ്ടല്ലോ, വേണമെങ്കിൽ മാത്രം മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ആ മഞ്ഞ ഭാഗം മാത്രം, വൈറ്റ് പാടില്ല. വൈറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നാരങ്ങ വെള്ളത്തിന് കൈപ്രസം വരും. അതുകൊണ്ട് ഒരു ഇച്ചിരി നാരങ്ങയുടെ തൊലി നമ്മുടെ ജ്യൂസറിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം അരിച്ചെടുത്താൽ മതി കേട്ടോ. എൻ്റെ ഇളയമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. പണ്ട് തൊട്ട് തന്നെ ഇളയമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാരങ്ങ ഞെക്കി എടുക്കുക. അതിലോട്ട് നാരങ്ങ വെച്ചിട്ട് ഈ ജ്യൂസറിലോട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പിഴിഞ്ഞു കൊടുക്കുക. ഒരു 1.5 നാരങ്ങ പിഴിഞ്ഞ് നോക്കാം, ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് നാരങ്ങയുടെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1.5 നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി ഓപ്ഷനിലാണ് കേട്ടോ. ഇഞ്ചി ചതച്ചത് ഒരു അല്പം മാത്രം, ഒരുപാട് പാടില്ല, ഒരു അല്പം മാത്രം ഇഞ്ചി ചതച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഞ്ചി ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഞാനൊക്കെ ഇഞ്ചി ഇടാറുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര. നിങ്ങൾക്കിപ്പോൾ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ളുപ്പ്, അതും ഓപ്ഷനിലാണ്. നമ്മൾ ഡീഹൈഡ്രേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുടിക്കാറില്ലേ വെള്ളത്തിൽ, അതിന് വേണ്ടിയിട്ടാണ്. ഒരു അല്പം മാത്രം ഉപ്പ് മതി, ഒരു ഓവർ ആവാൻ പാടില്ല. ഇത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാൻ വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറ്റി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, സാധാരണ നോർമൽ വാട്ടർ. 1 ഗ്ലാസ് വെള്ളം ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാധാരണ മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ വലിയ ജാർ എടുക്കുക, അല്ലെങ്കിൽ വെള്ളം നമ്മളിങ്ങനെ അടിക്കുമ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വലിയ ജാറിലോട്ട് ഇത്ര ഒഴിച്ചതിന് ശേഷം നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ജ്യൂസറിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരങ്ങ പിഴിയുന്ന സമയത്ത് നാരങ്ങയുടെ കുരു ഇതിൽ പെടാൻ പാടില്ല. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒരു അരിപ്പെടുക്കുക, അതിലോട്ട് നമുക്ക് ജ്യൂസ് അരിച്ചു കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം വരുത്താൻ മറക്കരുത്. അപ്പോൾ ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി ജാൻചേട്ടൻ എങ്ങനെയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതെ, ആദ്യമായിട്ട് ചെറിയ നാരങ്ങ പറ്റില്ല, വലിയ നാരങ്ങ തന്നെ. ഇപ്പൊ നാട്ടിൽ ഈ വലിയ നാരങ്ങ ഉണ്ടാവുമോ? ജാൻചേട്ടന്റെ രീതി, ജാൻചേട്ടന്റെ രീതി വലിയ നാരങ്ങ വേണം. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി മതിയാവില്ലേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ? നല്ലോണം വെള്ളം. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ നാരങ്ങ നീരായിട്ടുണ്ട്. നാരങ്ങ നീര്, അതിലേക്ക് തേനിങ്ങനെ ആവശ്യത്തിന് തേൻ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേൻ ഒഴിക്കാം. കൂടുതൽ ഒഴിക്കരുത്, ആവശ്യത്തിന് തേൻ. അളവൊക്കെ കണ്ടല്ലോ എല്ലാവരും. ഇത്ര. അപ്പൊ ഇവിടെ മൊബൈലിൽ വിളിക്കായിരിക്കും ഉത്തമം. ഓക്കെ, വെള്ളം വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ചെറു ചൂടുവെള്ളം. കത്തിയുടെ മൂടുകൊണ്ട് കളിക്കല്ല, എല്ലാ തേനും വെള്ളമുള്ളൂ. ഇതിപ്പോ നല്ല സർവത്തിന്റെ, നാരങ്ങ സർവത്തിന്റെ കളറായില്ലേ? റെഡിയായില്ലേ? ചാൻചേട്ടന്റെ നാരങ്ങ വെള്ളം.
നമ്മുടെ 2 ചെറുനാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ജാൻചേട്ടൻ്റെ നാരങ്ങ വെള്ളം ജാൻചേട്ടൻ കുടിക്കുന്നു, എൻ്റെ നാരങ്ങ വെള്ളം ഞാൻ കുടിക്കുന്നു. കാരണം ഇഞ്ചി ഇട്ടാറിന് എൻ്റെ പുത്രൻ കുടിക്കില്ല. ഇപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ഇഞ്ചി ഇടണ്ട കേട്ടോ, അതാണ് ഇതിൽ നിന്നുള്ളൊരു പാഠം. ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ടേസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയത് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ആരോഗ്യത്തിന് അതെ. ഇതാണ് ജാൻചേട്ടൻ്റെ അച്ഛൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുടിക്കുന്ന വെള്ളം. ചെറുനാരങ്ങ ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഹണി ഒഴിച്ച് കഴിക്കാം. അച്ഛൻ രാവിലെ കഴിക്കുന്നു. അച്ഛൻ്റെ വീരവാദം എത്രയോ നാളായിട്ട് കോൾഡും ഇതൊന്നും വരാറില്ല. മുമ്പ് സ്ഥിരമായിട്ട് വന്നിരുന്നു. ആരെങ്കിലും അടുത്ത് കൂടെ പോയോ ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്ന രാവിലെ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് തരും. ഇവിടെ ഇപ്പൊ അച്ഛനില്ലാത്തത് കൊണ്ട് നമ്മള് വല്ലപ്പോഴും ഒക്കെ കുടിക്കും. സമയം രാവിലെ നോക്കാറില്ല, ഏത് സമയത്ത് വേണമെങ്കിലും കുടിക്കും അല്ലേ. ഇപ്പൊ എന്റെ വെള്ളം ഞാനും കുടിക്കട്ടെ കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ.